ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോണ ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡൊക്കെ കുറച്ച് കോസ്റ്റ്ലി വാഹനങ്ങൾ പരിചയപ്പെടുത്തിയെന്ന് എല്ലാവരും പറയണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വാഹനമാണ്, എന്നാൽ നിങ്ങൾക്കൊരു 2012 അല്ലെങ്കിൽ 15 മോഡൽ ഓൾട്ടോ 800 ഒക്കെ ആ ഒരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം കിട്ടും. ഇതേത് വാഹനം എന്ന് നിങ്ങൾ തമ്മയിൽ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതാണ് മഹീന്ദ്രയുടെ ബൊലേറോ. അപ്പോൾ ബൊലേറോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള വാഹനമാണ്. പിന്നെ കഴിവ് തെളിയിച്ചേക്കുന്ന വാഹനമാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം തന്നെയാണ് ബൊലേറോ. അപ്പോൾ ഈ ഒരു ബൊലേറോ 2007 മോഡലാണ്. 2007 മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള വിലയും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഇതിൻ്റെ നിലവിലെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ റേറ്റ് കുറവാണെന്ന് നമുക്ക് പറയാം. പിന്നെ പെർഫോമിങ് വാഹനമാണ്. ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളും അഴുക്കൊക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയർ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ വാഹനം ഇപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ എത്തിയപ്പോൾ തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ തന്നെ വന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ വാഹനം ഫുള്ള് കണ്ടേക്കാൻ കേട്ടോ. ഈ വാഹനം കണ്ടുവരാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് 2007 മോഡൽ മഹീന്ദ്ര ബൊലേറോ. ബൊലേറോനെ കുറിച്ച് ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഹൈലി പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമാണ്. പിന്നെ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു എന്താ പറയുക ഹൈ പെർഫോമൻസ് വാഹനം താല്പര്യമുള്ള ആൾക്കാർക്ക് കണ്ണും പൂട്ടി സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന വാഹനമാണ് ബൊലേറോ. അപ്പോൾ ബൊലേറോ ഇന്നും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇത് ബൊലേറോ DI ടർബോയിൽ വന്നിരിക്കുന്ന SLE വേരിയൻ്റാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ കളർ ശ്രദ്ധിക്കുക. കളർ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കളറിൽ പെടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ബൊലേറോ. അപ്പോൾ ഈ ഒരു ബൊലേറോനെ കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളും തരുന്ന ഒരു വാഹനം തന്നെയാണ് ബൊലേറോ SLEയിൽ വന്നിരിക്കുന്ന ഈ ഒരു വാഹനം. നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും അതേപോലെ റൂഫും കാര്യങ്ങളും നോക്കിയേക്കാം. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കുന്ന സൈഡ് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ യാതൊരു രീതിയിലുള്ളൊരു ചളക്കോ ഡെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്തേക്കാം. ക്ലോസ് ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഫസ്റ്റിന് ടയർ ഭാഗത്തേക്ക് പോയേക്കാം. ടയർ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം ഒരു 80-85% ടയേഴ്സ് നമുക്കിവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. SLE ആയതുകൊണ്ട് ഇവിടെ അലോയ് വീൽസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിന് വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ വീലാർച്ചും കാര്യങ്ങളും നോക്കിയേക്കാം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ചെറിയ രീതിയിലൂടെ റെസ്റ്റും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. 2007 വാഹനമാണ്. 2007 വാഹനമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളും നമുക്കിവിടെ ശ്രദ്ധിക്കാം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ വാഹനം ക്ലീനാണ്, നീറ്റാണ്. പിന്നെ ഇതിൻ്റെ ബോണറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ചേക്കാം. ബോണറ്റൊക്കെ വളരെ വൃത്തിയോടുകൂടി തന്നെ ഇരിക്കുന്ന ബോണറ്റ് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സൈഡ് പ്രൊഫൈലിൽ നിന്നൊക്കെ നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു 80% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. നീറ്റായി നിൽക്കുന്ന ആ ഒരു വീൽ കപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. 2007 മോഡലും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ രീതിയിലുള്ള പഴമയും കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ വിലയും ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു റേറ്റ് തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. നമ്മളൊരു എന്താ പറയുക ഒരു കുറച്ച് മോഡൽ കൂടിയൊരു ഓൾട്ടോ വാങ്ങിക്കുന്ന ഒരു കാശുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ബൊലേറോ ഓടിച്ചു നടക്കാം. അതും മഹീന്ദ്രയുടെ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ളൊരു സംശയവും കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു വാഹനം തന്നെയാണ് ഈ ഒരു ബൊലേറോ. ബാക്ക് സൈഡിലേക്ക് പോയേക്കാം. ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളും നോക്കാണ്ട വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ റൂഫും കാര്യങ്ങളും നോക്കാം. ഇവിടെ നമുക്ക് സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്ന ഭാഗങ്ങളാണത്. താഴേക്ക് വരെയെങ്കിൽ ഇവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ചെറിയ രീതിയിലുള്ളൊരു ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ടച്ചിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. 2007 മോഡലായതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വാഹനം എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റ് വാഹനം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇനി ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയേക്കാം. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഇനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയാം. ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഡോർ പാഡിലും അതേപോലെ ഇവിടെ ആ മെറ്റലിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് 2007 മോഡലാണെന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് വെച്ചിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ആ ഒരു നമ്മൾ എന്താ പറയുക പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു സീറ്റ് കവേഴ്സും കണ്ടോ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. പിന്നെ ഡാഷ്ബോർഡൊക്കെ ചെറിയ രീതിയിൽ അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഇൻറ്റീരിയർ ക്ലീൻ ചെയ്താൽ പോകാവുന്ന കേസുള്ളൂ. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ കാണാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിനകത്തേക്ക് വിളിക്കാം. ആ നമ്പർ ഞാൻ എപ്പോഴും ഈ വീഡിയോന് താഴെ തന്നെ കൊടുക്കാറുണ്ട്. മിഡിൽ റോ നമ്മളോട് പരിചയപ്പെടുമ്പോൾ തന്നെ നമുക്കിവിടെ സീറ്റ്സ് നോക്കാം. ടോപ്പ് ഭാഗം കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ലോവർ എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ നമുക്ക് കണ്ടോ ആ ഒരു
സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സീറ്റ് കവേഴ്സ് ഇട്ടാൽ മാറാവുന്ന കേസേ ഉള്ളൂ, അത് എടുത്ത് പറയാണ്. അത് ഒഴിച്ച് നമ്മൾ ഇൻറ്റീരിയർ ശ്രദ്ധിക്കുമ്പോൾ ഇത് കീറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു 3000 4000 മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ വാഹനം ഇറക്കി വൃത്തിയായിട്ട് തന്നെ എടുക്കാവുന്ന കേസേ ഉള്ളൂ. അതേപോലെ തന്നെ റൂഫ് നോക്കിയേക്കാം. റൂഫും ഇതേപോലെ തന്നെ ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ AC ഇടാതെ ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന പൊടിയാവാം. ഇതെൻ്റെ ഗസ് മാത്രമാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മൾ സെക്കൻഡ് റോ കാണിച്ചു, ഇനി തേർഡ് റോ കൂടി കാണിച്ചേക്കാം. ബൊലേറോ നമുക്ക് തേർഡ് റോ ഒറ്റയടിക്ക് തന്നെ കാണിക്കാം. അപ്പോൾ തേർഡ് റോ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫേസിങ് സീറ്റ്സാണ് കണ്ടോ. ഇവിടെ നമുക്ക് സുഖമായിട്ടൊരാൾക്ക് ഇരിക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റും ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊരു ബൂട്ട് നമുക്കിവിടെ കാല് വയ്ക്കാനുള്ള സ്പേസ് ഉള്ളൂ. പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ലിഫ്റ്റപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ബൂട്ടായിട്ട് ഉപയോഗിക്കാം. 2 സീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റപ്പ് ചെയ്യുക, ബൂട്ടായിട്ട് ഉപയോഗിക്കാം. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പൊടിയും അതേപോലെ തന്നെ അഴുക്കിൻ്റെയും ഒരു അതിപ്രസരം നമുക്ക് ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനായിട്ട് വൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിൽ കുഴപ്പമില്ല ഓടിച്ചു നോക്കാൻ പറ്റാവുന്ന വാഹനം തന്നെയാണ്. അതേപോലെ തന്നെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി കണ്ടേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ കൂടി ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ബൊലേറോൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ 2007 മോഡൽ ബൊലേറോ ആണ് നിങ്ങൾ കണ്ടത്. ഈ വാഹനം കിടക്കുന്നത് CP കാർസിലാണ്. CP കാർസ് ആലുവയിലാണ്. അപ്പോൾ നമ്പർ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാറുകളും അതേപോലെ ഇങ്ങനത്തെ ഒരുപാട് കാറുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിനകത്തേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ പരിഗണനയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാം. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.40 lakhs, 2,40,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ട് എല്ലാ അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ലിങ്കിൽ കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. ഫോളോ, സബ്സ്ക്രൈബ്, ലൈക്ക്. എടാ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.